ഇന്ന് നവംബർ 14 ശിശുദിനം. ചരിത്രമുറങ്ങുന്ന ഒട്ടനവധി രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് നമ്മുടെ ശ്രേഷ്ഠ ഭാരതം. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച, ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒട്ടനവധി കുടുംബങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിലൊന്നാണ് നെഹ്റു കുടുംബം. ആ നെഹ്റു കുടുംബത്തെ ഒരു നേർക്കാഴ്ചയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജവഹർലാൽ നെഹ്റു, സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇദ്ദേഹം ചാച്ചാജി എന്ന വിശേഷണത്തിന് അർഹനായി. അതുകൊണ്ട് തന്നെ ചാച്ചാജിയുടെ ജന്മദിവസമായ നവംബർ 14 ശിശുദിനമായി നാം ആചരിക്കുന്നു. മോത്തിലാൽ നെഹ്റു, സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ഇദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് കൂടിയാണ്. ഇന്ദിരാഗാന്ധി, ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളും ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ്. രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മൂത്ത മകനാണ്. 40ാം വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുകയും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിക്കുകയും ചെയ്തു. സോണിയാഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യയുമാണ്. കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റവും കൂടുതൽ കാലം വഹിച്ച നേതാവ് എന്ന പേരുകൂടി സോണിയാഗാന്ധിക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള വനിതകളിൽ ഒരാൾ കൂടിയാണ്. രാഹുൽ ഗാന്ധി, ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗവുമായ ഇദ്ദേഹം നിലവിൽ ലോകസഭയിലെ 12ാമത്തെ പ്രതിപക്ഷ നേതാവായും 2024 ജൂൺ മുതൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ ലോകസഭാംഗമായും പ്രവർത്തിക്കുന്നു. പ്രിയങ്ക ഗാന്ധി, രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മകളായ ഇവർ ഫിറോസ്, ഇന്ദിരാഗാന്ധി എന്നിവരുടെ കൊച്ചുമകൾ കൂടിയാണ്. നെഹ്റു പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിലും മത്സരിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയ ഈ വ്യക്തിത്വങ്ങളെയും അവരുടെ ഉൾക്കാഴ്ചകളെയും നമുക്ക് മുറുകെ പിടിക്കാം. ജയ് ഹിന്ദ്.